നമ്മളെ കടയിൽ ഒരു പെമ്പർന്നൂത്തി ഒരു പലഹാരം കൊണ്ടുവന്നു. സാധാരണ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സാധനമാണ്. ഒരു റിങ്കിറ്റ് കൊടുത്ത് വാങ്ങിച്ചതാണ്. Patulakan എന്നാ പേര്. അത് നോക്കാം നമുക്ക്. Ini namanya patulakan. ഇതിന്റെ പേര് പാത്തുലക്ക എന്നാണ്. Dia punya dalam tepung. ഉള്ളിൽ അരിപ്പൊടിയും തേങ്ങയും നിറച്ചതാണ്. Namanya English. ഇംഗ്ലീഷിൽ തേങ്ങ എന്ന് പറയും. Oke, banyak. നല്ല രുചിയുള്ളതാണ്. Lapis daun pisang. പൊതിഞ്ഞിരിക്കുന്ന വാഴയുടെ ഇലയിലാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ചെങ്ങായി പറഞ്ഞ വിഷയങ്ങൾ. ഞാൻ കത്രിക എടുക്കട്ടെ. എന്തിനോടെ കത്രിക? കോക്ക അതിനകത്ത് ഉറപ്പുണ്ടോ? ഓക്കെ, ഗുന്തിങ് എന്ന് പറഞ്ഞാൽ കത്രിക. ബഗീനി ഇങ്ങനെ മുറിക്കണേ. ഓല നാട്ടിലത്തെ പലഹാരമല്ലേ, ഓല് മുറിക്കണ മാതിരി മുറിക്കട്ടെ. മൂപ്പരിപ്പോൾ അത് മുറിച്ച് തോലൊക്കെ പൊളിച്ച് നമുക്ക് കാട്ടിത്തരാം. ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കറിയില്ല. കാരണം ഒരു അടുക്കളയിൽ നമ്മൾ പോയിട്ടില്ലല്ലോ. വല്ല കാരണവശാലും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ അതും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. 4 മണി ചായക്കൊക്കെ പറ്റിയ പലഹാരം തോന്നുന്നുണ്ട്. ഇതേപോലെ മുഴുവനും തുറക്കണ്ടെന്ന്. നമ്മളെ ഷോപ്പിലെ ജീവനക്കാരനാണ് കേട്ടോ, മാമില്. അവനാണ് ഇപ്പോൾ പൊളിച്ച് സഹായിക്കണേ. ഇത് മൊബൈലിൽ പിടിച്ചലും പൊളിച്ചലും കൂടി നമുക്ക് നടക്കൂല. ഒരു മുറി ഞാനും മുറിക്കട്ടെ. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാവങ്ങൾ ഇങ്ങനെ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ പൊതിഞ്ഞ് സെറ്റപ്പാക്കി കൊട്ടയിലാക്കിയിട്ട് കൊണ്ട് നടന്ന് വിൽക്കുകയാണ് സാധാരണ പതിവ്. അപ്പോൾ നമ്മൾ മുറിച്ച സാധനം പത്തുലക്കാൻ എന്ന് പറഞ്ഞ സാധനമാണ്. തേങ്ങയും അരിപ്പൊടിയും ചേർത്തുണ്ടാക്കുന്ന സാധനമാണ്. അങ്ങനെ ഉണ്ട്, നോക്കുക. വിശ്വണ്ട മധുരമുണ്ട്. കരകടില്ല. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ദിക്റാണിത്. അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടി അധികരിപ്പിക്കുന്നത് നല്ലതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅതിംനാ ഖൈറൻ മിൻഹു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅതിംനാ ഖൈറൻ മിൻഹു. ഒരു തവണ മതി. നമുക്ക് ആവശ്യമായ ഭക്ഷണം നമ്മളറിയാത്ത മാർഗത്തിലൂടെ തയ്യാർ ചെയ്ത് നമ്മുടെ മുന്നിലെത്തിക്കുന്ന രക്ഷിതാവിനെ നമ്മൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? മുന്നിലെത്തിയ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്കത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും രക്ഷിതാവ് തന്നിട്ടില്ലല്ലോ എന്ന് നന്ദിയോടെ ഓർക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നന്മകൾ ആശംസിച്ചുകൊണ്ട് മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം.